ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ MGയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സാന്റോസ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ മുഴുവൻ സമയവും നെയ്മർ കളിച്ചു. മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നെയ്മർക്ക് വിശ്രമമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തി നല്ല രൂപത്തിൽ കളിച്ചു എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് സാന്റോസിന്റെ പരിശീലകനായ കൂക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ തൻ്റെ ടാങ്ക് നിറച്ചു കഴിഞ്ഞു, അഥവാ ഇന്ധനം നിറച്ചു കഴിഞ്ഞു എന്നാണ് കൂക്ക പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് നെയ്മർ റെസ്റ്റ് എടുത്തുകൊണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാന്റോസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ തൻ്റെ ടാങ്കിൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞു. അവന്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് ഒന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല, പക്ഷേ ശാരീരികമായി മികച്ച നിലയിൽ തന്നെയാണ് നെയ്മർ ഉള്ളത്. ഇനിയുള്ള മത്സരങ്ങളിൽ എല്ലാം നെയ്മറെ കളിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെയാണ്. മുഴുവൻ സമയവും നെയ്മറെ കളിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പരിശീലനത്തിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ മത്സരം കൂടുന്തോറും നെയ്മർ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. ആവശ്യമായ പരിശീലനങ്ങളും വിശ്രമങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതാണ് സാന്റോസിന്റെ പരിശീലകനായ കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് നന്നായി ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്കലായി നല്ല രൂപത്തിലേക്ക് മാറാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് കൂക്ക പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി എത്തുന്നുണ്ട്. നെയ്മർ ഫിസിക്കലി ഫിറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ തന്നെയാണ് സാധ്യതകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.